എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇതാ ഇങ്ങനെ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റില്ലല്ലോ ഗൈസ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് ഇന്നൊരു ക്രാഫ്റ്റ് ചെയ്യാം. അതായത് ഒരു സ്റ്റാർ മേക്കിംഗ് ആണ് കേട്ടോ. അതായത് കളേർഡ് ബേൺ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇന്ന് എന്താ പറയുക 2 ഡിഫറെൻറ്റ് കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ മനോഹരമായിട്ട് ഒരു സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റാർ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് ഹാങ് ചെയ്ത് വെക്കാനല്ല, അംഗനവാടിയിൽ കൊടുക്കാനാണ് അവിടുത്തെ ടീച്ചർ. ഇതിന് മുന്നേ ഞാനൊരു സ്റ്റാർ എടുത്ത് കണ്ടപ്പം അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തത് ഉണ്ടാക്കി തരുമോയെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓർത്തു എന്നാലൊരു വീഡിയോ കൂടെ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതാ വീഡിയോയിലോട്ടേക്ക് എടുക്കാം. ആദ്യമായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ദ ബൗൺ ഷീറ്റാണ് കളറ് ഉള്ളത് കേട്ടോ. 2 എണ്ണം ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് കളർ എടുത്തേക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കത്രിക വേണം, നമുക്കൊരു ഫെവിക്കോൾ വേണം, അതുപോലെ പെൻസിൽ, സ്കെയില്, റബ്ബറും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ എനിക്കിത് കറക്റ്റ് ഫുള്ളായിട്ടുള്ള ഇതിൽ ക്യാമറയിൽ കിട്ടുന്നില്ല കേട്ടോ. എൻ്റെ ഇതിനത്ര ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാനിതാ ഇതിൽ നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ മിഡിലാക്കി നമ്മൾ ഇതുപോലെ മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ചെറിയൊരു വശമിപ്പുറം കടത്തി നമ്മളിതാ ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒരേ സൈസിൽ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളതിൻ്റെ എൻഡിൽ ചെറിയൊരു പോർഷൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കടത്തി വെച്ചിട്ടാണ് അത് ഒട്ടിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, ഇത് ഇതുപോലെ കേട്ടോ. അപ്പോൾ അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഞാനിതാ മറ്റൊരു പേപ്പർ കൂടെ മടക്കി എടുത്തിട്ടുണ്ട്. ഈ ബ്ലൂ ഷീറ്റ് കൂടെ ഞാനിതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, സെയിം രീതിക്ക് തന്നെ. അപ്പോൾ ഇതുപോലുള്ള 2 കളർ ഞാൻ എത്ര എണ്ണം എടുത്തു എന്നുള്ളത്, അതായത് ഈ ഒരു ബ്ലൂ കളർ ഞാൻ 10 എണ്ണം എടുത്തു. അതേ സെയിം അളവ് തന്നെ ഞാൻ മറ്റേ മഞ്ഞയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പേപ്പറും ഒരേ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ടോട്ടൽ അങ്ങനെ 20 വരുന്നുണ്ട് കേട്ടോ. അത് സെയിം രീതിക്ക് ഞാനതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നതാണ്. നമ്മൾ ഒരുപാട് ക്യാഷൊക്കെ കൊടുത്തിട്ടേക്ക് നമ്മളൊരു സ്റ്റാർ മേടിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഇതിന് വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഷീറ്റും ഞാൻ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് നിങ്ങളെ ലാസ്റ്റ് കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ ഞാനിതാ 20 എണ്ണം ഒരുപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ സൈസിലാണ് കേട്ടോ. ഇനി നമ്മളിതാ അതിന് തന്നെ സെയിം സൈസിൽ മറ്റൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഷെയ്ഡുള്ള ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വരച്ചു കൊടുക്കുന്നത് എന്താണ്, അത് A4 ഷീറ്റിൻ്റെ സൈസാണ് കേട്ടോ ഇതിന് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതാ 3 ഭാഗത്തായിട്ട് കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ കാണിക്കുന്നത് പോലെ വരച്ചു കൊടുക്കുക കേട്ടോ. അത് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വരച്ചെടുത്തിട്ട് അതിന്മേലെ നമ്മുടെ മറ്റ് ഷീറ്റ്സിന് മേലെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഏകദേശം ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ ട്രൈ ചെയ്യണമെന്ന് ഒരു ഇതുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഞാനിതിൽ കാണിക്കുന്നതാണ്. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് വരച്ചെടുക്കാം കേട്ടോ. ഇത് നേരെ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഞാനിതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് തന്നെ മടക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയ്ത് വെക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്യേണ്ടതല്ല. ആ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് മറ്റേതൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഞാൻ ഇത് ഒരെണ്ണം കട്ട് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. ഇതാ ഞാൻ ആ ചെയ്ത ഭാഗം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നത് മാത്രമേ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇത് സ്പീഡ് കൂടിയിട്ട് കാണിക്കാം. ഭയങ്കരമായിട്ട് സ്ലോ ആയി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് ബോറടിക്കും. അതുണ്ടാവാൻ വേണ്ടി പാടില്ലല്ലോ. ഇതാ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കുക. ഞാനത് സ്പീഡ് കൂടി ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഈ 10 ഷീറ്റ് നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ
പകുതി പകുതിയാണ് എടുത്തേക്കുന്നത്. ഈ ബ്ലൂ കളറിൽ തന്നെ 2 സെറ്റാക്കിയിട്ടാണ് ഞാൻ ഇതിൽ മേലെ വരച്ചെടുക്കുന്നത്. കാരണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് ആയിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ടോട്ടൽ മഞ്ഞയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4 സെറ്റ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനുണ്ടാവും. ആദ്യം തന്നെ ഇതൊന്ന് ട്രേസ് ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ട്രേസ് ചെയ്യലല്ല, ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇപ്പോൾ എനിക്കത് കാണുന്നുണ്ട്. ഇത് രാത്രി എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്കത് വിസിബിൾ ആവുന്നുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. ഇതുകൊണ്ടില്ലേ, ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ നേരത്തെ മറ്റേത് കട്ട് ചെയ്ത് അതേ രീതിക്ക് തന്നെ ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പം വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. പേപ്പേഴ്സ് ഒന്നും അതിൻ്റെ അട്ടി ഇളകി പോകാൻ വേണ്ടി പാടില്ല. നമ്മൾ വിചാരിച്ചത്ര റിസൾട്ട് അതിന് കിട്ടത്തില്ല കേട്ടോ. കറക്റ്റായിട്ട് തന്നെ എല്ലാ വശവും ഒരുപോലെ ചേർത്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. വളരെ സിമ്പിളാണ്. കുറച്ചൊന്ന് മെനക്കിടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ക്ഷമ കാണിച്ചാൽ നമുക്ക് നല്ലൊരു അടിപൊളി സംഭവം റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ എടുക്കാം കേട്ടോ. ഇതിൽ എനിക്ക് ആക്ച്വലി ഈ ഒരു കളർ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ആ യെല്ലോ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും മാച്ച് ചെയ്യുന്നത് ഉണ്ടാകുമ്പം എന്താ പറയുക, കടയിൽ പേപ്പർ എണ്ണത്തിന് കണക്കായിട്ട് കിട്ടുന്നുണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എണ്ണത്തിന് കണക്കായിട്ട് കിട്ടുന്നത് വെച്ച് സെറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാ ഇതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിക്കൽ പരിപാടിയാണ് കേട്ടോ. ഇതാ ഫസ്റ്റ് ഞാൻ യെല്ലോ ഷീറ്റ് എടുത്തിട്ട് അതിൽ മിഡിൽ ഒരു ലൈൻ ഇതുപോലെ ഒന്ന് ഫെവിക്കോൾ ലൈൻ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇതാ ബ്ലൂ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഓർഡറിൽ തന്നെയാണ് എല്ലാ ഷീറ്റും ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. കണ്ടില്ല, പിന്നെ നമ്മൾ യെല്ലോ വെച്ച് പിന്നെ അടുത്തതൊരു ബ്ലൂ ആണ് വെക്കുന്നത്. അതുപോലെ എല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ലൈന് എന്താ പറയുക, നല്ലോണം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പരമാവധി സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയെല്ലാം ഇതിൻ്റെ മേലെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് നൈറ്റ് ഫുള്ളായിട്ട് ഞാനത് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇത് പിറ്റേന്ന് രാവിലെ എടുത്ത് നോക്കുമ്പം നല്ല രീതിക്ക് ഇത് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ഫെവിക്കോള് വളരെ പെട്ടെന്ന് തന്നെ സെറ്റാവും. എന്നാലും നല്ല രീതിക്കൊന്ന് സെറ്റാകാൻ വേണ്ടി ഞാൻ ഒരു നൈറ്റ് ഫുള്ളായിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്, ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ രാവിലെ ആക്കുമ്പോഴേക്ക് ഇത് ഒട്ടിയിട്ടുണ്ട്, നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് അതിൻ്റെ മിഡിലായിട്ട് നൂല് വെച്ചിട്ട് ആ 2 ഇതും ഞാൻ 2 എൻഡും കൂടെ ഒന്ന് കൂട്ടിമുട്ടിച്ചാലല്ലേ ഇത് എന്താ പറയുക, നല്ല വൃത്താകൃതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ നൂലൊക്കെ വെച്ച് സെറ്റാക്കി അതങ്ങ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മിഡിലിൽ ഇതുപോലെ ഒരു സർക്കിൾ കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. കളർ കോമ്പിനേഷനൊക്കെ ആയാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ തീർച്ചയായും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസിന് ഇതുപോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ അതൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാതെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ തൂക്കിയിടുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും, നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനമാകുമ്പോൾ. ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ക്രിസ്മസ് അടിച്ച് പൊളിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പ്രത്യേകം ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.